ഈ അടുത്ത കാലത്ത് അടുത്ത കാലം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ട് എനിക്ക് ഹൃദ്യമായൊരു പാട്ടാണ്. നമ്മുടെ പ്രിയങ്കരിയായ മിൻമിനി പാടിയൊരു പാട്ടാണത്. വളരെ ദൈവത്തിന്റെ കൽപ്പന. ദൈവത്തിൻ്റെ കൽപ്പനകൾ. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത് പാടാനായിട്ട് നമുക്ക് മിനിയെ ക്ഷണിക്കാം. ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഓക്കെ. തമിഴ്നാട് ദേശീയ സർക്കാരിൻ്റെ അവാർഡും AR റഹ്മാൻ്റെ പ്രത്യേക സംഗീത ദാനവും ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ മിൻമിനി. ഒരുപാട് സിനിമാ ഗാനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഒരു സിംഗറാണ് മിനി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിന്ന ചിന്ന ആസെ തുടങ്ങുന്ന ഹിറ്റ് ഗാനം മുതൽ ഇങ്ങോട്ട് മലയാളത്തിൽ എന്താ പറയുക, ഒരുപാട് ഫിലിംസിൽ പാടി ഒരുപാട് ജനങ്ങളിലേക്ക് കയറിപ്പറ്റിയ ഒരു ഗായികയാണ് മിനി. എത്ര പാട്ടുകൾ ഈ കാലഘട്ടത്തിൽ ടോട്ടലി ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിലാണെങ്കിലും ഫിലിം സോങ്സ് ആണെങ്കിലും മറ്റ് ഇതര പാട്ടുകളാണെങ്കിലും എത്ര പാട്ടുകൾ ഇപ്പോൾ ടോട്ടൽ പാടിയിട്ടുണ്ടോ? 84 തുടങ്ങിയാണ് ഞാൻ ആൽബംസ് എല്ലാം പാടി തുടങ്ങിയത്. ഇതുവരെ എത്രയുണ്ടെന്ന് സത്യം പറഞ്ഞ് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഏകദേശം ഫിലിം സോങ്സ് മാത്രം നോക്കുകയാണെങ്കിൽ 2000-ന് മേലെ ഉണ്ട് പാടിയിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജും ചേർത്തിട്ട് 7 ലാംഗ്വേജസ്. മറ്റ് പാട്ടുകളാണെങ്കിൽ ഒരു 30,000-ന് മേലെ ഉണ്ടാവും. 30,000-ൽ അപ്പോൾ ടോട്ടലി മൊത്തം പാടിയണം 30,000 പാട്ടുകളുണ്ട്. പക്ഷേ സംഗീത ലോകത്ത് കൂടുതലും ക്രിസ്തീയ സംഗീത ശാഖയിലായിരിക്കും കൂടുതൽ പാട്ടുകൾ വരികയും ഒക്കെ ചെയ്തത്. എൻ്റെ ആദ്യത്തെ പാട്ട് ഞാൻ ആദ്യമായി കാസറ്റിൽ എനിക്ക് പാടാൻ അവസരം തന്നത് CAC ഓർക്കസ്ട്രയിലുണ്ടായിരുന്ന ലിപ്സൺ ചേട്ടനാണ്. ലിപ്സൺ ചേട്ടൻ എന്നെ ആദ്യം പാടിച്ചത് ഒരു മാപ്പിളപ്പാട്ടാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാസറ്റിൽ പാടിയത്. CAC ഓർക്കസ്ട്രയിൽ പാടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാസറ്റിൽ പാടാനുള്ള അവസരങ്ങളുണ്ടായത്. അതൊരു വലിയ സപ്പോർട്ടായിരുന്നു. അന്നധികം സിംഗേഴ്സ് ഉണ്ടായിരുന്നില്ല, അതും ഒരു സപ്പോർട്ടായിരുന്നു. അല്ല, ആ കാലഘട്ടത്തിൽ ഞാൻ ഫീമെയിൽ സോളോ എന്ന് പറയുന്നത് കേൾക്കുന്നത് ചിത്ര ചേച്ചി, സുജാത ചേച്ചി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് മിൻമിനിയാണ്. ആ സമയത്ത് വേറെ പിന്നെ ജെൻസി ചേച്ചി. അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള സോളോ സിംഗേഴ്സേ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വരുന്നത് രാധികത്തിലേക്ക് വരുന്നതിന് മുൻപേ മിനി വന്നു അല്ലേ തോന്നുന്നു. പിന്നീടാണ് രാധികത്തിലക്, ദലീമ ഇവരെല്ലാവരും കടന്നു വന്നു. എന്തായാലും ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്ത്യൻ ഡിവോഷണൽ ഏതാണ്? ഒരു 20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അത് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. ഈശോ എന്നെ സ്പർശിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു. അത് വളരെ ഹിറ്റായൊരു പാട്ടാണ്. തദേവ് സച്ചൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ട്. എൻ്റെ CD-കളിൽ വെച്ചിട്ട് മിനി ആകെ 2 പാട്ടേ പാടിയിട്ടുള്ളൂ. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ, മക്കളെ നിങ്ങൾ മറക്കല്ലേ എന്ന് പറയുന്ന ഒരു പാട്ട്. അതൊന്ന് ദൈവജനത്തിന് വേണ്ടി പാടാവോ? തീർച്ചയായും.
അതിൽ പറഞ്ഞിരിക്കുന്നത്.